ഹലോ, നിങ്ങളുടെ ഭൂമി BTRലും തണ്ടപ്പേരിലും നിലമെന്നാണ് കിടക്കുന്നത്. ഓഗസ്റ്റ് 12, 2008 മുന്നേ നികത്തിയ ഭൂമിയാണ്. കാഴ്ചയിൽ കരഭൂമിയുമാണ്. ചുറ്റിനുമുള്ളത് പുരയിടവുമാണെങ്കിൽ നിങ്ങൾക്കിത് തരംമാറ്റം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡേറ്റാ ബാങ്കിൽ തെറ്റായി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇത്തരം ഭൂമിയെ ആദ്യം ഫോം 5 ആപ്ലിക്കേഷൻ അതായത് ജൂറിസ്ഡിക്ഷനിലുള്ള RDOയ്ക്ക് മുമ്പാക്കി നൽകാവുന്നതാണ്. ഈ ഫോം 5 ആപ്ലിക്കേഷൻ ഓൺലൈൻ പോർട്ടൽ ത്രൂ നമുക്ക് നൽകാവുന്നതാണ്. ഫോം 5 ആപ്ലിക്കേഷൻ നൽകാനായിട്ട് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കരമടച്ച ലേറ്റസ്റ്റ് റെസിപ്റ്റ്, ആധാരത്തിൻ്റെ കോപ്പി, ഫീസ് റെസിപ്റ്റിൻ്റെ കോപ്പി, ഡേറ്റാ ബാങ്കിലെ സ്റ്റേറ്റസിൻ്റെ കോപ്പി, അതായത് ഡേറ്റാ ബാങ്കിൽ നിലമെന്ന് കാണിക്കുന്ന ആ സ്റ്റേറ്റസിൻ്റെ കോപ്പി, പിന്നെ ഒരു അഡീഷണൽ 1500 രൂപ അടയ്ക്കുവാണെങ്കിൽ സാറ്റലൈറ്റ് ഇമേജിൻ്റെ കോപ്പിയും ലഭിക്കും. ഇത്രയും നൽകി ഈ ഫോം 5 ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈൻ ത്രൂ RDOയ്ക്ക് സബ്മിറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തതിന് ശേഷം RDO സ്ക്രൂട്ടിനി ചെയ്തതിനും ശേഷം അഗ്രികൾച്ചർ ഓഫീസറും വില്ലേജ് ഓഫീസറും നമ്മളുടെ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് വളരെ ക്രൂഷ്യലാണ്. ഈ റിപ്പോർട്ടാണ് ഈ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. RDOയ്ക്ക് ലഭിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഡേറ്റാ ബാങ്കിൽ നിന്നും ഈ ഭൂമി എക്സ്ക്ലൂഡ് ചെയ്യും. എക്സ്ക്ലൂഡ് ചെയ്ത ഈ ഭൂമി ഇനി അതിൻ്റെ അളവ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഫോം 6, 7 or 9 ഈ ആപ്ലിക്കേഷനിൽ ഏതാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഫോം 6 ആപ്ലിക്കേഷൻ 20.22 അഥവാ അതിൽ കുറവ് അളവുള്ള ലാൻഡിനാണ് ഫോം 6 ആപ്ലിക്കേഷൻ നൽകുന്നത്, അതായത് 50 സെൻറ്റോ അതിൽ കുറവോ ഉള്ള ഭൂമിക്ക്. ഫോം 7 ആപ്ലിക്കേഷൻ 20.23 അഥവാ അതിൽ കൂടുതലുള്ള ലാൻഡിനാണ്, അതായത് 50 സെൻറ്റോ അതിൽ കൂടുതലോ ഉള്ള ഭൂമിക്കാണ് ഫോം 7 ആപ്ലിക്കേഷൻ നൽകുന്നത്. ഫോം 9 ആപ്ലിക്കേഷൻ 1967 ജൂലൈ 4 മുൻപേ നികത്തിയ ഭൂമിക്കാണ് നൽകുന്നത്. അത് എത്ര ഏക്കർ വേണമെങ്കിലും ആവാവുന്നതാണ്. ഈ ഫോംസ് നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഡേറ്റാ ബാങ്കിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഭൂമിക്കാണ് ഫോം 6, 7, 9 ആപ്ലിക്കേഷൻ നൽകുന്നത്. ഇപ്രകാരം ഭൂമിയുടെ അളവ് അടിസ്ഥാനമാക്കി ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഭൂമിക്ക് തരംമാറ്റം ചെയ്ത് ലഭിക്കുന്നതാണ്. തരംമാറ്റം ചെയ്ത് ലഭിച്ച ഭൂമി സെക്ഷൻ 27A പ്രകാരം ഡോക്യുമെൻറ്റ്സിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനി ഫോം 5 ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൈക്കോർട്ടിൽ റിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫോം 6, 7, 9 ഇതും ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ ഹൈക്കോർട്ടിൽ റിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്.